ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് രാവിലെ തന്നെ നല്ല കാറ്റാട്ടോ. അപ്പോൾ കാറ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തൊന്ന് ഇത്തിരി സമയം ഒന്ന് പുറത്ത് പോയി കാറ്റൊക്കെ കൊള്ളാമെന്ന്. അങ്ങനെ രാവിലെ തന്നെ ആ ഫ്രഷ് കാറ്റൊക്കെ കൊള്ളാനായിട്ടൊന്ന് മുറ്റത്തിറങ്ങിയതാട്ടോ. അപ്പോൾ അതാ നമ്മുടെ മാവൊക്കെ പൂത്ത് ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുന്നു, നല്ല കാറ്റും. അപ്പോൾ നല്ലൊരു പ്രകൃതി സൗന്ദര്യമായിരുന്നു ആ പുറത്ത് നിന്നപ്പോൾ കാണാൻ പറ്റിയ കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ എന്താ കിച്ചണിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം എനിക്ക് രാവിലെ തൊട്ടുള്ള കിച്ചൺ ജോലികളെല്ലാം പെൻഡിങ് കിടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ കുറച്ച് ജോലികളെങ്കിലും തീർത്ത് എനിക്ക് എഡിറ്റിങ്ങും അതുപോലെ ബൈബിൾ റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നൊരു ഹോളിഡേ കിട്ടിയ ദിവസം ആയതുകൊണ്ടുകൂടിയാണ് കേട്ടോ ഞാൻ മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വെച്ചത്. അങ്ങനെ ഇതാ കിച്ചണിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ എണ്ണപ്പത്തിരി ആട്ടോ. എണ്ണപ്പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണേ. കാരണം ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട. ചേട്ടനും അഞ്ചും ക്യാമ്പിനായിട്ട് സ്കൂളിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അവിടെ കോച്ചിങ് ക്യാമ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കഴിയുമ്പോൾ അവർക്ക് അവിടെ നിന്ന് ചെറിയ റിഫ്രഷ്മെൻറ്റ് കിട്ടും. അപ്പോൾ പിന്നെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവർക്ക് ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട, എന്തെങ്കിലും ചെറിയ ചായക്കടി മതി എന്ന് പറയും. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കണ്ടേന്ന് വെച്ച് അങ്ങനെ ചെറു ചായക്കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇന്ന് പ്ലാൻ ഇട്ടിരിക്കുന്നത് എണ്ണപ്പത്തിരി. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ പൊടിക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ അളന്ന് ഇവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു പച്ചമുളക് അതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പാൻ ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇതാ ശകലം ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഓയിലിനൊപ്പം തന്നെ ഞാൻ എന്താ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണപ്പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് കൈമയൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് വേഗത്തിൽ കുഴച്ചെടുക്കാനും വേഗത്തിൽ പരത്താനൊക്കെ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ഇതാ ഓയിലും നെയ്യൊക്കെ നല്ലപോലെ ചൂടായപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്ന എല്ലാ ഐറ്റംസും ഇതാ അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ. സബോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി 4 ഐറ്റമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കണം. പൊടിയൊക്കെ ഞാൻ ആവശ്യത്തിനുള്ളത് ഇവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ തേങ്ങയും ജീരകം കൂടെ ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ അരച്ചിട്ടില്ലേ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ സബോളയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടി കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മൾ ക്രഷ് ചെയ്തെടുത്ത തേങ്ങയും ജീരകവും കൂടെ പാനിലേക്ക് ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. പിന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നത്. അപ്പോഴേക്കും ആ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിളച്ച വെള്ളം എടുത്ത് പാനിലേക്ക് ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് വീണ്ടും ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഞാൻ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് അല്പം എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പത്തിരിയിലൊക്കെ എള്ള് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എള്ളും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നും കൂടെ ഇളക്കണം. അപ്പോൾ ഇവിടെ നല്ല പോലെ തന്നെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ സമയത്ത്. അപ്പോൾ ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടിയൊക്കെ ഇതിനകത്തേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ആക്കണം. അപ്പോൾ അങ്ങനെ നല്ല തിളച്ച വെള്ളത്തിൽ കിടന്ന് പൊടി നല്ലപോലെ കുഴഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മാവിനെ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റണം കേട്ടോ, തണുക്കാനായിട്ട്. ഈ സമയത്തും പുറത്തൊക്കെ നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജനലേക്കൂടെ ഇങ്ങനെ കിച്ചണിലേക്കൊക്കെ കാറ്റ് ഇങ്ങനെ അടിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു സുഖവും സന്തോഷമൊക്കെ ഫീൽ ചെയ്യുന്നു, നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന പോലെ. അപ്പോൾ അതിനുശേഷം വീണ്ടും ഞാൻ ബാക്കി ജോലികളിലേക്ക് കിടക്കണം. മാവ് ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. എന്നാലും ഞാൻ ആ ചൂടിൽ തന്നെ നല്ലപോലെ കുഴച്ചെടുക്കണം. ആ ചൂടുള്ള സമയത്ത് തന്നെ നമ്മൾ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ മാവിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. അപ്പോൾ ചെറിയ ചെറിയ ഓരോ ബോൾസ് ആയിട്ട് ഞാൻ കുഴച്ച് നീക്കി വേറെ പ്ലേറ്റിലേക്ക് വെക്കണം കേട്ടോ. നല്ലപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുഴച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചപ്പാത്തി കല്ല് എടുക്കണം. അതും വെച്ച് പരത്തി നമുക്ക് പത്തിരിയുടെ ഒരു ഷേപ്പ് ആക്കാനായിട്ട്. അപ്പോൾ ഒരു ബോർഡ് മാത്രം പുറത്ത് വെച്ച് ബാക്കിയെല്ലാം ഞാൻ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതിൻ്റെ ചൂട് പോകാതിരിക്കാനായിട്ട്. അതിനുശേഷം ഇവിടെ ഞാൻ ചപ്പാത്തി കല്ലുമ്മ വെച്ച് ഇങ്ങനെ കുറേശ്ശെ മാവെടുത്ത് പരത്തി നമ്മുടെ പത്തിരി ഷേപ്പിൽ ഗ്ലാസ് വെച്ച് കട്ട് ചെയ്ത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്ലേറ്റിലേക്ക് ഞാൻ പത്തിരി ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു പ്ലേറ്റോളം അങ്ങനെ കുറച്ച് നീക്കി വെക്കുകയാണ്. അപ്പം അങ്ങനെ കുറച്ച് ഞാൻ പരത്തിയെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും പാൻ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഓയിൽ ചൂടാവാനായിട്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞത് ഞാൻ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ അത് ഇരുന്ന് ഡ്രൈ ആയി പോകാൻ സാധ്യതയുണ്ട്.
അതിനോടൊപ്പം തന്നെ ഇവിടെ ഫാസ്റ്റായിട്ട് ഇതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കല്ലുമേന്ന് എടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കത്തി വെച്ചിട്ടും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ പൊട്ടിപ്പോകാതെയും ഒടിഞ്ഞു പോകാതെയൊക്കെ നമുക്ക് കിട്ടാൻ എളുപ്പമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇത്രയും പരത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് മാവ് കൂടെ ബാക്കി ഇരിപ്പുണ്ട്, അത് പിന്നെ ഉണ്ടാക്കാന്ന് വെച്ച് വീണ്ടും നീക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇപ്പോൾ തൽക്കാലം ഇത്രയും പരത്തി പ്ലേറ്റിൽ ഇത്രയ്ക്ക് ഉണ്ട്. അപ്പൊ ഇത്രയും മതി ഞങ്ങൾക്ക് 3 പേർക്കും കഴിക്കാനായിട്ട്. അപ്പൊ ഇത്രയും ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം ഉണ്ടാക്കുന്ന പത്തിരി നമുക്ക് ഇട്ട് വെക്കാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്, ഓയിലൊക്കെ ആകാതിരിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ വേഗം ഓയിൽ തിളച്ചപ്പോൾ ഞാൻ ഒരു 3-4 എണ്ണം ഇട്ടിട്ടുണ്ട് പത്തിരി അതിനകത്തേക്ക്. അത് അങ്ങനെ നല്ല പോലെ തിളച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ ഓയിൽ. ആ സമയത്താണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ലപോലെ തന്നെ വേർത്ത് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ അവിടെ ഇത്തിരി സ്പേസ് കണ്ടപ്പോൾ ഞാൻ വീണ്ടും ഒരെണ്ണം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രൈ ആവുന്നതിനനുസരിച്ച് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പുതിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ നമ്മുടെ പത്തിരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെ ഇത് ഫൈനൽ സ്റ്റേജ് ആണ്. അപ്പൊ പത്തിരി ഉണ്ടാക്കൽ അവിടെ കഴിഞ്ഞിരിക്കുന്നു. എല്ലാം നല്ലപോലെ തന്നെ വന്നിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരെണ്ണം അങ്ങനെ ഒടിച്ചു നോക്കുന്നുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഞാൻ അതിനൊരു കഷ്ണം കഴിച്ചു നോക്കി. അപ്പൊ നല്ല സൂപ്പർ അടിപൊളിയായിരുന്നു, ടേസ്റ്റി ആയിരുന്നു. നന്നായി വന്നതുകൊണ്ട് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഉണ്ടാക്കി പത്തിരിയൊക്കെ അടച്ച് നീക്കി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം അവിടെ കുറച്ച് പ്ലേറ്റ്സുകളൊക്കെ വാഷ് ചെയ്യാനുണ്ട്, രാവിലെ തൊട്ടുള്ളത്. അപ്പൊ ഞാനടുത്ത് അതൊക്കെ ഒന്ന് വാഷ് ചെയ്യാന്ന്. അപ്പൊ കുറച്ച് ദിവസം മുമ്പ് ഞാൻ നിങ്ങളെ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചായിരുന്നു. അപ്പൊ അന്ന് ഉണ്ടാക്കിയ ലിക്വിഡ് വെച്ചിട്ടാട്ടോ ഞാൻ ഇന്ന് വാഷ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. പ്ലേറ്റ്സ് ഒക്കെ നല്ല വൃത്തിയാവുന്നു, നല്ല പതയും കിട്ടുന്നു. അപ്പൊ വലിയ സന്തോഷം തോന്നി കേട്ടോ. അപ്പൊ അങ്ങനെ പ്ലേറ്റ്സ് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉച്ചക്കാലത്തേക്ക് വയ്ക്കാനുള്ള ചോറിനുള്ള അരിയൊക്കെ കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഹോളിഡേ കിട്ടുമ്പോഴാണ് ഇങ്ങനെ രാവിലെയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഉള്ള ടൈമുള്ളൂ. അപ്പം ഞാൻ നമ്മുടെ ഫ്രണ്ട് റൂമിലുള്ള സോഫ കാര്യങ്ങൾ, അതിൻ്റെ കുഷ്യൻസ്, പില്ലോ കവർ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അതിനുശേഷം വീടൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടണം. അപ്പോൾ സാധാരണ ക്ലാസ്സൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഞാൻ ഈവനിങ്ങിലൊക്കെയാണ് കേട്ടോ അടിച്ചു വരുന്നത്. രാവിലെ ഒന്നും എനിക്ക് ടൈം കിട്ടാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഹോളിഡേ കിട്ടിയതുകൊണ്ട് ഞാൻ അടുത്ത് ഒന്ന് രാവിലെ തന്നെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാന്ന്. അപ്പൊ അങ്ങനെ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ടുള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഇപ്പൊ നടത്തുന്നുള്ളൂ. അത്രയ്ക്ക് നമുക്ക് ടൈമുള്ള ഒരുപാട് ജോലികൾ എനിക്ക് ഇനിയും ചെയ്യാനുണ്ട്. പിന്നെ അഞ്ചും ചേട്ടനൊക്കെ ആയാലും സ്കൂളിൽ നിന്ന് വരുമ്പോൾ അഞ്ചിനുള്ള ബുക്സും നോട്ട് ബുക്സും ഒക്കെ ആയിട്ടാണ് വരിക. കാരണം ഇന്ന് അഞ്ചിന് ബുക്സ് കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ അതെല്ലാം കൊണ്ടുവന്ന് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ കവറിങ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ജോലികൾ അതിനോട് കണക്റ്റഡും കിടപ്പുണ്ട്. അപ്പോൾ അതിനോട് അവർ എന്നെക്കാളും മുമ്പ് എനിക്ക് ജോലികളൊക്കെ തീർക്കണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ വേഗത്തിൽ തന്നെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ അടിച്ചു വാരി പോരുമ്പോഴും നല്ലപോലെ തന്നെ കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും പൊടി വറുക്കാനൊക്കെ സാധ്യതയുണ്ട്. എന്തായാലും ഞാൻ അടിച്ചിട്ട് വീണ്ടും അടുക്കളയിലേക്ക് കടക്കണം. എനിക്ക് ലഞ്ചിനുള്ള ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യണം. അപ്പൊ അതിനായിട്ട് ഞാൻ കിച്ചണിലേക്ക് കിടക്കണം കേട്ടോ. ഇന്ന് ഞാൻ തോരൻ വെക്കാന്ന് ചോദിച്ചിരിക്കുന്നത് ബീൻസും ക്യാരറ്റും കൂടി കേട്ടോ. അപ്പൊ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബീൻസിന്റെ ഞെട്ടിയും വാലൊക്കെ ഒന്ന് കളഞ്ഞ് വാഷ് ചെയ്യാനായിട്ട് ഞാനിതങ്ങനെ ബൗളിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ക്യാരറ്റും അതേപോലെ തന്നെ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്യാരറ്റിനെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നല്ലപോലെ വാഷ് ചെയ്തെടുത്തു കേട്ടോ. നമ്മുടെ ക്യാരറ്റും ബീൻസും ഒക്കെ നല്ലപോലെ വാഷ് ചെയ്തു. അതിനുശേഷം ക്യാരറ്റ് ഞാൻ കുറച്ച് നീളത്തിലുള്ള പീസുകളായിട്ട്, വലിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ ചോപ്പറിലേക്ക് ഇടുന്നുണ്ട്. അപ്പൊ ഇതിനകത്താണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നല്ല പൊടി പോലെ അരിഞ്ഞു കിട്ടും. പെട്ടെന്ന് ജസ്റ്റ് ഒരു കറക്കം കറക്കിയാൽ മതി. അപ്പോൾ നല്ലപോലെ കട്ടായി കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് കട്ട് ചെയ്തിട്ടേക്കണം. പിന്നെ ബീൻസ് കൂടെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം കട്ടിങ് കഴിഞ്ഞു, റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഉച്ചക്കലത്തേക്ക് വെക്കേണ്ട കറി എന്ന് പറയുന്നത് പരിപ്പ് കറിയാണ്. പരിപ്പും ഉരുളക്കിഴങ്ങും കൂടെ വെക്കാന്ന് വിചാരിച്ചിരിക്കണം. അപ്പൊ ആ പരിപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ട് വെക്കാന്ന് വിചാരിച്ച് പരിപ്പ് എടുത്തേക്കാട്ടോ. ചേട്ടൻ വന്ന് ഡോറുമ്പ് തട്ടുന്നുണ്ട്. പോരെ 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 പോരെ, ഡോർ തുറന്ന് കിടക്കണേ. ചേട്ടൻ എത്തിയ സമ്മർ ക്യാമ്പിന് വേണ്ടി രാവിലെ തന്നെ പോയതായിരുന്നു. ഇപ്പോഴാട്ടോ വരുന്നത്. 10:10. ഇതെല്ലാം അഞ്ജുവിനുള്ള പുതിയ ക്ലാസ്സിലേക്കുള്ള ബുക്സും നോട്ട് ബുക്സും ഒക്കെയാണ്. അഞ്ജു അങ്ങനെ 8ാം ക്ലാസ്സിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ അഞ്ജുവിനുള്ള ബുക്സുകളെല്ലാം ഇന്ന് കിട്ടുന്ന ദിവസമായിരുന്നു, ബുക്സും നോട്ട് ബുക്സൊക്കെ. അപ്പോൾ അഞ്ജു വന്നു. സമ്മർ ക്യാമ്പും കഴിഞ്ഞ് ഭയങ്കര ടയേർഡാണെന്ന് പറഞ്ഞ് കിടക്കണം. പിന്നെ അഞ്ജു ഡാൻസ് ക്ലാസ്സിന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് വന്ന് കിടക്കണുണ്ട്. ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഒരു കെട്ടുണ്ടല്ലോ. കൊണ്ടുപോയ ബാഗ് തികയാതെ വന്നോ?
ദൈവമേ, ഇത് മുഴുവൻ ഇരുന്ന് ഇനി കവർ ചെയ്യണം. അപ്പം അതിനുള്ള കവറിങ് പേപ്പർ ഇനിയിപ്പോൾ ഇല്ല, പോയി ചേട്ടൻ വാങ്ങിച്ചിട്ട് വന്നിട്ട് വേണം കേട്ടോ. ഇപ്പം തന്നെ പോവോ കടയിലെങ്ങാനും? ഓക്കെ, കവറിങ് പേപ്പർ കിട്ടണം, നെയിം സ്ലിപ്പ് വേണം. ഇതെല്ലാം ഇനി കവർ ചെയ്യുന്നൊരു ജോലി. എന്തായാലും ഇന്ന് ഹോളിഡേ കിട്ടിയത് നന്നായി. അപ്പോൾ ഈ വക ജോലികളൊക്കെ ഇന്ന് തീർക്കാം. അഞ്ജുവിൻ്റെ ബുക്സൊക്കെ വന്നു എന്ന് കേട്ടപ്പോഴേക്കും അഞ്ജു കിടക്കണടുത്ത് ചാടി എനിക്ക് വന്നത്. ആ നോട്ട് ബുക്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ എൻ്റെ ദൈവം, എനിക്ക് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ഹിന്ദി വണ്ണോ? ഹിന്ദി വ്യാകരണം വണ്ണല്ലേ? ഗ്രാമർ. വലിയ ബുക്കും കുഞ്ഞിതായിരുന്നു, ഇതേമാതിരിയായിരുന്നു ഹിന്ദി വണ്ണ്. ഞാനിപ്പോൾ 8ലേക്ക് കടന്നു. ഇനി വലിയ വലിയ ബുക്കുകളൊക്കെയാണ്. ഇവരുടെ ബുക്സിന് എത്രയാ ചേട്ടാ? ബുക്സിന്റെ വില എത്രയാ? ഇവിടെ ബുക്സിന്റെ വില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. 8,913 രൂപ. അതായത് ഒരു 9,000 രൂപയുടെ അടുക്കപ്പറ്റ ആയിട്ടുണ്ട്. ഇവരുടെ ബുക്സും നോട്ട് ബുക്സും രണ്ടും കൂടെ കൂട്ടിയിട്ടോ. ഓ, സന്തോഷമായി അല്ലേ അഞ്ജുന് ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ് മാത്സ്. എന്താ ചെയ്യണേ? പഠിക്കാതെ പറ്റില്ല കുഞ്ഞേ. അപ്പോൾ അഞ്ചു ഇവിടെ ഇരുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കട്ടെ. എനിക്ക് കിച്ചണിൽ ഒരുപാട് ജോലികളുണ്ട്. ഞാനപ്പോൾ കിച്ചണിലെ ജോലികൾക്കൊക്കെ ആയിട്ട് പോകണം. ബുക്സിൻ്റെ കൂടെ ഒരു കലണ്ടറും കിട്ടിയിട്ടുണ്ട് അല്ലേ? നോക്കട്ടെ, തുറന്ന്. ഞങ്ങളുടെ സ്കൂൾ കലണ്ടർ. തിരിച്ച് ഓ, അഞ്ജുൻ്റെ ഫോട്ടോ കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷം. ഡാൻസിന്റെ ഫോട്ടോ. എവിടെ? ഇനി എവിടെയുള്ള? നോക്കട്ടെ, മറിച്ച് നോക്ക്. സ്കൂളിന്റെ പല പല പ്രോഗ്രാമുകളുടെ ഒക്കെ ഫോട്ടോസ് അതെല്ലാം. ഇതിനകത്തല്ലേ? ഇതിനകത്ത് എവിടെയാ? അതാ നിൽക്കുന്നു അഞ്ചു. അടിപൊളി, സൂപ്പർ. അഞ്ജുനെ കണ്ടോ നിങ്ങള്? കാണിച്ചു അഞ്ജു? ഇവിടെ ഉണ്ട് അതന്നെ. ഇവിടെ സെയിം ഫോട്ടോയുടെ ചെറിയ കഷ്ണം അല്ലേ? നമ്മുടെ ഫ്രണ്ട്സ് ആരോ നമ്മൾ ഷോപ്പിങ്ങൊക്കെ ചെയ്ത് വന്ന ഒരു ദിവസം നമ്മൾ ഹോട്ടലിലൊക്കെ പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വന്ന ദിവസം അഞ്ജുന് വാങ്ങിച്ച ഡ്രസ്സുകൾ കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അതാ ഈ ഇട്ടിരിക്കുന്നത്. അതിനകത്ത് ഒരെണ്ണമാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ബ്ലാക്ക് പ്ലാസോയും ടോപ്പും, അഞ്ജുന് ഇഷ്ടപ്പെട്ട ടോപ്പ്. അപ്പം അതിന് ശേഷം ഞാൻ എന്താ കിച്ചണിലേക്ക് കടന്ന് ബാക്കി ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പരിപ്പിലേക്ക് ഇടാനായിട്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പരിപ്പെല്ലാം നല്ലപോലെ കഴുകി വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ക്യാരറ്റെല്ലാം ഞാൻ ഇതാ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് ഞാൻ ചോപ്പറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല പൊടിയായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതിനകത്ത്. ഇന്നത്തെ അടുത്ത ജോലി എന്ന് പറയുന്നത് എനിക്ക് തേങ്ങയും ജീരകമൊക്കെ അരച്ചെടുക്കണം. ഇന്ന് പരിപ്പ് കറി കുറച്ച് തേങ്ങയും ജീരകവും കൂടെ അരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഹോളിഡേ സ്പെഷ്യൽ ആയിക്കോളും. അല്ലെങ്കിൽ ഞങ്ങൾ പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ അരയ്ക്കാനൊന്നും നിൽക്കാറില്ല കേട്ടോ. രാവിലെ അത്രയൊന്നും ടൈം കിട്ടാറില്ല. അപ്പോൾ ഇനി ഞാൻ തേങ്ങയും ജീരകവും എടുത്ത് അതുകൂടെ ചേർത്ത് ഇത്തിരി വെളുത്തുള്ളിയൊക്കെ ഇട്ട് അങ്ങനെയാട്ടോ അരച്ചെടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് ഒരു കൊച്ചു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ഫ്രീസറിലിരുന്ന് തണുത്തതുകൊണ്ട് ഞാൻ ഇത്തിരി ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ടാട്ടോ അരയ്ക്കുന്നത്. അപ്പം അതിന് ശേഷം ഞാൻ പരിപ്പ് നല്ലപോലെ വെള്ളമൊക്കെ കളഞ്ഞ് കുക്കറിലേക്ക് ഇടണം കേട്ടോ. പരിപ്പിലേക്ക് ഞാൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തക്കാളി ഇടുന്നുണ്ട് കേട്ടോ. തക്കാളി ഞാൻ മുൻപേ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ തക്കാളി ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടെയൊക്കെ ചേർത്തിട്ടാട്ടോ ഞാൻ അടുപ്പത്ത് വയ്ക്കുന്നത്. നമ്മുടെ പരിപ്പ് കറിയിലേക്ക് ഞാൻ ഒരു 2-3 പച്ചമുളകും കൂടെ കീറി ഇടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ജോലികളെല്ലാം വളരെ തിടുക്കത്തിലായിരുന്നു. കാരണം ഒരടുപ്പുമ്പോൾ ഞാൻ പരിപ്പ് കറി വയ്ക്കുകയാണ്. പിന്നെ ഒരടുപ്പുമ്പോൾ അരി മുൻപേ കഴുകി കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിയുടെ കുക്കർ എടുത്ത് ഒരടുപ്പും വെക്കുന്നുണ്ട്. പിന്നെ ഒരടുപ്പുമ്പോൾ ഞാൻ ഇന്നത്തേക്കുള്ള തോരൻ ക്യാരറ്റും ബീൻസും ആയിട്ടുള്ള തോരൻ വെക്കാന്ന് വെച്ചു. അതിനുള്ള പാൻ അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. ക്യാരറ്റും ബീൻസും ഒക്കെ നമ്മുടെ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ തവ ചൂടായ സമയത്ത് ഞാൻ അതിലേക്ക് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം.
ഓയിലൊക്കെ കൂടെ നല്ലപോലെ ചൂടായപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ ഇതാ ഒരു സബോളയും 2-3 പച്ചമുളകും പിന്നെ ഇത്തിരി വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതാ കടുക് പൊട്ടിക്കഴിഞ്ഞ സമയത്ത് ഇട്ട് അതിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതൊന്ന് വഴന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ തോരന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ മിക്സാക്കി. അതിനുശേഷം ആദ്യം ഞാൻ എന്താ ബീൻസ് ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബീൻസ് കുക്കാവാനാവും കുറച്ചും കൂടെ സമയം, കാരണം ക്യാരറ്റ് നമുക്ക് നല്ല പൊടി പോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു കുറച്ച് സമയം കഴിയുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ ബീൻസ് ഇട്ട് നല്ലപോലെ മിക്സാക്കി അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ബീൻസ് ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ എന്താ ഇതിലേക്ക് ക്യാരറ്റും കൂടെ ചേർത്ത് ഒന്നും കൂടെ നല്ലപോലെ മിക്സാക്കി വീണ്ടും ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. അങ്ങനെ വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ വീണ്ടും അടുപ്പ് മാറ്റി എനിക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിരവി തേങ്ങ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തണുപ്പൊക്കെ ഇങ്ങനെ വിട്ടുവരാനായിട്ട് ഇത്തിരി സമയം ഞാൻ ഇവിടെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇതാ തേങ്ങ അതിലേക്ക് ചേർത്ത് ഒന്നും കൂടെ മിക്സാക്കി വീണ്ടും ഒന്നും കൂടെ അടച്ചു വെക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റും കൂടി നമുക്ക് ആ തേങ്ങയിലേക്ക് ഒന്ന് ആവി കയറാനായിട്ട് ഞാൻ എന്താ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ അഞ്ചും ചേട്ടനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് രണ്ടുപേരും മാച്ചിങ് ആണല്ലോ, രണ്ടുപേരും ഗ്രീൻ. അതാ അവർ ബുക്കും നോട്ട് ബുക്കും ഒക്കെ കവർ ചെയ്യാനുള്ള കവറിങ് പേപ്പറും പിന്നെ മാർക്കർ അതുമേ നെയിം സ്ലിപ്പും ഒക്കെ എഴുതാൻ. നെയിം സ്ലിപ്പ് വാങ്ങിക്കുന്നില്ല അല്ലേ, ജസ്റ്റ് മുകളിലല്ലേ എഴുതണുള്ളൂ. പിന്നെ അപ്പോൾ കിച്ചണിലേക്കൊക്കെ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ട് ചേട്ടനും അഞ്ജലിയും കൂടെ ഇതാ പോകുന്നു. അപ്പോൾ അതാ ചേട്ടനും അഞ്ജുന്ന് പോണതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ജുവിൻ്റെ ആധാർ കാർഡിൻ്റെ ഫോട്ടോ റിന്യൂ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അതിനും കൂടെ വേണ്ടിയാണ് അഞ്ജു പോകുന്നത്. അങ്ങനത്തെ കൊച്ചു കുട്ടിയായിരുന്നു ഇപ്പോഴത്തെ എടുത്തതാണ്. ഇപ്പോൾ വലിയ കുട്ടിയില്ലേ. ബൈ ബൈ. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ എന്താ കിച്ചണിലേക്ക് കടന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പരിപ്പെല്ലാം വിസിൽ വന്ന് നല്ലപോലെ കുക്കായിട്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്ത് വീണ്ടും തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ജാറൊക്കെ ഒന്ന് ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപ്പൂരി തിളച്ചുകൊണ്ടിരിക്കുന്ന ബീൻസ് റെഡിയായി. അപ്പോഴേക്കും ഞാൻ ചോറെല്ലാം ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പരിപ്പ് തിളച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അത് താളിച്ചൊഴിക്കാനായിട്ട് ഇത്തിരി വെളുത്തുള്ളിയും ഇത്തിരി വറ്റൽമുളകും ഒരു ഹാഫ് സബോളയും ഇത്തിരി കറിവേപ്പിലയും ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഇതാ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ വറ്റൽമുളകും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതാ സബോളയൊക്കെ ഇട്ട് വഴറ്റി കൊടുക്കണം. പിന്നെ ഞങ്ങൾക്കിപ്പോൾ കറിവേപ്പില ആയി വരുന്നതേ ഉള്ളൂ. എന്തായാലും ഞാൻ ശകലം കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതാ താളിച്ചൊഴിക്കണം. തളിച്ചൊഴിച്ചതിന് ശേഷം ഇത്തിരി കറി നമ്മുടെ പാനിലേക്ക് കോരി ഒഴിച്ചു ഒന്നും കൂടെ ചിറ്റിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് വെസൽസ് ഉണ്ട് വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് വാഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിച്ചണിൽ നിന്ന് കടന്നു പോകാം. അപ്പോൾ അത് ഞാൻ എന്താ വാഷ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കണം. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.